Square root of a negative real number is our next topic. Square root of a negative real number. What is the square root of 4? Root 4, positive real number. Root 4 is plus or minus 2. റൂട്ട് 4 എന്ന് പറയുന്നത് 2 ആണ്, മൈനസ് 2 ആണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് റൂട്ട് മൈനസ് 4? സ്ക്വയർ റൂട്ട് ഓഫ് എ നെഗറ്റീവ് റിയൽ നമ്പർ. റൂട്ട് മൈനസ് 4 can be written in the form root of 4 into minus 1. It will be root 4 into root minus 1. റൂട്ട് 4 എന്ന് പറഞ്ഞാല് പ്ലസ് ഓർ മൈനസ് 2 അല്ലേ? ആൻഡ് റൂട്ട് മൈനസ് 1 ഈസ് I. ദെൻ റൂട്ട് മൈനസ് 4 എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്ലസ് ഓർ മൈനസ് 2i ആണ്. റൂട്ട് മൈനസ് 1ന്റെ വാല്യൂ I ആണ്. അപ്പൊ റൂട്ട് മൈനസ് 1 I കൊടുത്തു. റൂട്ട് 4 എന്ന് പറയുമ്പോൾ പ്ലസ് ഓർ മൈനസ് 2 എന്നുള്ള വാല്യൂ എടുക്കുമല്ലോ. അപ്പൊ നമ്മൾ പ്ലസ് ഓർ മൈനസ് 2i എന്നാണ് എഴുതുക. മൈനസ് 4 ഈസ് എ നെഗറ്റീവ് റിയൽ നമ്പർ. വാട്ട് ഈസ് റൂട്ട് മൈനസ് 27? റൂട്ട് മൈനസ് 27 can be written in the form root of 27 into minus 1. Root 27 into root minus 1. Okay. Root 27 is root of 9 into 3 into root minus 1 is I. 9ന്റെ റൂട്ട് പ്ലസ് ഓർ മൈനസ് 3 പ്ലസ് ഓർ മൈനസ് 3 root 3i. What is square root of minus a? Minus a. A greater than 0. A എന്താണ്? പോസിറ്റീവ് നമ്പർ ആണ്. അപ്പൊ മൈനസ് എ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് റിയൽ നമ്പർ. ഇറ്റ് can be written in the form plus or minus root a into I. കാരണം റൂട്ട് മൈനസ് എ എങ്ങനെയാ കൊടുക്കുക? റൂട്ട് ഓഫ് എ ഇൻറ്റു മൈനസ് 1 അല്ലെ? റൂട്ട് എ പ്ലസ് ഓർ മൈനസ് റൂട്ട് എ ഇൻറ്റു റൂട്ട് മൈനസ് 1 ഈസ് I. ഇതാണ് സ്ക്വയർ റൂട്ട് ഓഫ് എ നെഗറ്റീവ് റിയൽ നമ്പർ. ഓക്കെ, നോട്ട്. Then look here. What is root AB? Root AB is equal to root A into root B. For example, root 3 into root 8 will be equal to root 24. Root of 3 into 8. Root of 3 into 8. Root 24. Okay. Here A is 3 and B is 8. Okay. A 3 B 8. Both are positive. A യും പോസിറ്റീവ് ആണ്, B യും പോസിറ്റീവ് ആണ്. Both are positive. Then root A into root B can be written in the form root AB. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഞാൻ പറയുന്നത്. റൂട്ട് -3 into root 8
will be equal to root of minus 3 into 8 is equal to root of minus 24. In root 3 into root minus 8 is equal to root of 3 into minus 8 is equal to root of minus 24. Here A, comparing with this, A is equal to minus 3 and B is equal to 8. And here A is equal to 3 and B is equal to minus 8. ഈ കേസിൽ 1 is positive, ഒന്ന് പോസിറ്റീവ് and another is negative. And another is negative. ഒന്ന് പോസിറ്റീവും മറ്റേത് നെഗറ്റീവുമാണ്. റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് പറയുമ്പോൾ എ പോസിറ്റീവും ബി നെഗറ്റീവും. എ പോസിറ്റീവും ബി നെഗറ്റീവും. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. വാട്ട് ഈസ് മൈനസ് റൂട്ട് മൈനസ് 3 ഇൻറ്റു റൂട്ട് മൈനസ് 8? Here A is minus 3 and B is minus 8. A is minus 3 and B is minus 8. A is minus 3 and B is minus 8. That is, both are negative. രണ്ടും എന്ത് നമ്പേഴ്സ് ആണ്? നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. ഈ കേസിൽ റൂട്ട് ഓഫ് മൈനസ് 3 ഇൻറ്റു റൂട്ട് ഓഫ് മൈനസ് 8 നോട്ട് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് 3 ഇൻറ്റു മൈനസ് 8. If A and B are negative numbers, എയും ബിയും എന്ത് നമ്പേഴ്സ് ആണെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ then root A into root B not equal to root AB. എയും ബിയും നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ root A into root B not equal to root of A into B. It will be equal to root A into root B is equal to minus root of AB. Minus root of AB എന്നാണ് അതിന്റെ ഇക്വേഷൻ. അതായത് റൂട്ട് മൈനസ് 3 ഇൻറ്റു റൂട്ട് മൈനസ് 8 എന്ന് പറയുന്നത് മൈനസ് റൂട്ട് ഓഫ് 24 ഈക്വൽ ആണ്. മനസ്സിലാക്കി വെക്കേണ്ട ഒരു കേസ്, റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി റൂട്ട് എ ബി ആണ്. ബട്ട് എ ആൻഡ് ബി ആർ നെഗറ്റീവ് നമ്പേഴ്സ്, then root A into root B not equal to root of AB. ഒരു എക്സാമ്പിളും കൂടി പറയുകയാണെങ്കിൽ ഇവിടേക്ക് നോക്കൂ. റൂട്ട് മൈനസ് 1 ഇൻറ്റു റൂട്ട് മൈനസ് 1 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് 1 ഇൻറ്റു മൈനസ് 1. റൂട്ട് എ ബിക്ക് ഈക്വൽ അല്ല. അതായത് റൂട്ട് മൈനസ് 1 ഇൻറ്റു റൂട്ട് മൈനസ് 1 എന്ന് പറയുന്നത് മൈനസ് റൂട്ട് 1 ഈക്വൽ ആണ്. മൈനസ് റൂട്ട് എ മൈനസ് റൂട്ട് എ ബി മൈനസ് റൂട്ട് എ ബി മൈനസ് റൂട്ട് എ മൈനസ് 1 ബി മൈനസ് 1 മൈനസ് 1 ഇൻറ്റു മൈനസ് 1 1. ശ്രദ്ധിക്കൂടെ? അതായത് ഇത് ഐ, റൂട്ട് മൈനസ് 1 എന്ന് പറയുന്നത് ഐ ഇൻറ്റു ഐ ഇസ് ഈക്വൽ ടു മൈനസ് 1. മൈനസ് റൂട്ട് 1 എന്ന് പറയുന്നത് 1.
അതായത് ഐ സ്ക്വയർ ഈക്വൽ ടു -1 ആവുന്നത് ഇങ്ങനെയാണ്. അതാണ് നമ്മൾ നേരത്തെ ഐ സ്ക്വയറിന്റെ വാല്യൂ -1 എന്ന് പറഞ്ഞത്. ഓക്കെ, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്. അത് വരുന്നത് ഇങ്ങനെയാണ്. √-1 × √-1 എന്ന് പറഞ്ഞാൽ -√1 ഈക്വൽ ആണ്. നിങ്ങൾ ഈ ഇക്വേഷൻ ആണ് മനസ്സിലാക്കി വെക്കേണ്ടത്. എയും ബിയും നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ √a × √b നോട്ട് ഈക്വൽ ടു √ab ആണെന്ന് മനസ്സിലാക്കി വെക്കണം. Am I right? Clear the point? Make a note fast. Find the values of the following or express in the form of a plus ib. First question, I raised to 9 plus I raised to 19. What is the value of I raised to 9 plus I raised to 19? നമുക്കറിയുന്ന റിസൾട്ട് I raised to 4n ന്റെ വാല്യൂ 1. I ന്റെ പവർ 4 ന്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ വാല്യൂ 1. I raised to 9 can be written in the form I raised to 8 into I raised to 1. 9 ന്റെ മുന്നേ വരുന്ന 4 ന്റെ മൾട്ടിപ്പിൾ നോക്കുക. I raised to 8 ന്റെ വാല്യൂ 1. 1 into I is I. I raised to 19 ന്റെ വാല്യൂ 19 ന്റെ തൊട്ട് മുന്നുള്ള 4 ന്റെ മൾട്ടിപ്പിൾ 16 ആണ്. I raised to 16 into I cube. I raised to 16 ന്റെ വാല്യൂ 1. 16 plus 3 9 കേട്ടോ, 19. I cube ന്റെ വാല്യൂ -I, which will be equal to -I. Therefore, I raised to 9 plus I raised to 19 will be equal to I raised to 9 എന്ന് പറയുന്നത് I plus I raised to -19 എന്ന് പറയുന്നത് -I. ക്യാൻസൽ ചെയ്തു 0. 0 നമുക്ക് എങ്ങനെ a plus ib ഫോമിലേക്ക് എഴുതാം? Every real number can be expressed in the form of a plus ib by adding the term 0i. Okay, clear അല്ലേ? Then second question, I raised to -39. I raised to -39. നെഗറ്റീവ് ആണ് പവർ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് പവർ വരുമ്പോ a raised to -n എന്ന് പറഞ്ഞ 1/a raised to n എന്നാണ് നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് എടുക്കുക. അങ്ങനെ വരുമ്പോ ഇതിനെ 1/I raised to 39 എന്ന് എഴുതണം. In 1/I raised to 39. 39 ന്റെ മുന്നേയുള്ള 4 ന്റെ മൾട്ടിപ്പിൾ എന്താണ്? 36 ആണ്. 36നോട് 3 ആഡ് ചെയ്താലാണ് 39 കിട്ടുക. അപ്പൊ I raised to 36 into I cube. ഇവിടെ പ്ലസ് I cube എന്ന് എഴുതട്ടോ. into I cube ആകുമ്പോഴാണ് പവർ ആഡ് ചെയ്യുക. That is 1/I raised to 36 1 into I cube എന്ന് പറയുമ്പോ -I. I cube ന്റെ വാല്യൂ -I. I cube is equal to -I. Clear അല്ലേ? 1/-I. ഓക്കെ, ഈ ഡിനോമിനേറ്ററിലുള്ള നെഗറ്റീവ് ന്യൂമറേറ്ററിലേക്ക് ഇടട്ടെ. -1/I. ഈ ഡിനോമിനേറ്ററിലെ നെഗറ്റീവ് ന്യൂമറേറ്ററിലേക്ക്. ഇനി 1/I ന്റെ വാല്യൂ -I ആണെന്ന് വീഡിയോയിൽ പഠിപ്പിച്ചിരുന്നുണ്ട്. അപ്പോൾ അത് -1/I. സോറി,
മൈനസ് ഓഫ് മൈനസ് ഐ. ഈ നെഗറ്റീവ് ആണ് ഈ ഫസ്റ്റ് നെഗറ്റീവ്. പിന്നെ ഈ 1/i വാല്യൂ മൈനസ് ഐയുമാണ്. അപ്പൊ മൈനസ് ഓഫ് മൈനസ് ഐ എന്തായി? ഐ എന്ന് വന്നു. ഇനി അത് എ പ്ലസ് ഐ ബി ഫോമിലേക്ക് മാറ്റണം. ഐ എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്. എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റുമ്പോ ഇവിടെ റിയൽ പാർട്ടാണ് ഇല്ലാത്തത്. ആ റിയൽ പാർട്ടിന് 0 ആഡ് ചെയ്ത് കൊടുക്കുക. 0 പ്ലസ് ഐ. നോക്കൂ, നമ്മൾ -3 മാറ്റണമെങ്കിൽ -3 പ്ലസ് 0 ആയി ഇടുക. ഇമാജിനറി പാർട്ട് ഇല്ലെങ്കിൽ 0 ആയി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോ നമ്മളോട് 5i മാറ്റണം എന്ന് പറയും എ പ്ലസ് ഐ ബി ഫോമിലേക്ക്. അപ്പൊ അവിടെ റിയൽ പാർട്ടാണ് ഇല്ലാത്തത്. അപ്പൊ റിയൽ പാർട്ടിന് 0 ഇട്ട് കൊടുക്കുക. ഇമാജിനറി പാർട്ട് എഴുതണമെങ്കിൽ 0 ഐ ആഡ് ചെയ്ത് കൊടുക്കുക. റിയൽ പാർട്ട് എഴുതണമെങ്കിൽ 0 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഏത് ഫോമിൽ വേണമെങ്കിലും എഴുതാം. ഓക്കെ, നോട്ട്. വൺ പ്ലസ് ഐ പ്ലസ് ഐ സ്ക്വയർ പ്ലസ് ഐ റേസ് ടു 4 കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ പ്ലസ് ഐ ബി ഫോം. 1 പ്ലസ് ഐ തന്നെ എഴുതി. ഐ സ്ക്വയർ മൈനസ് 1, ഐ സ്ക്വയറിന്റെ വാല്യൂ -1 പ്ലസ് ഐ റേസ് ടു 4 വാല്യൂ 1. 1ഉം -1ഉം ക്യാൻസൽ ആയി. ഐ പ്ലസ് 1. ഇതെങ്ങനെ എഴുതാം? 1 പ്ലസ് ഐ. എ പ്ലസ് ഐ ബി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. ദെൻ കൺവേർഷൻ ഈസ് ഓവർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ക്യൂബ് പ്ലസ് ഐ റേസ് ടു 10 മൈനസ് I raised to 5 plus I raised to 6. I cube plus I raised to 10 plus minus I raised to 5 plus I raised to 6. Convert it into A plus IB form. A plus IB ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. Convert it into A plus IB form. Then I cube ന്റെ വാല്യൂ -i. I raised to 10. I raised to 10 എങ്ങനെ എഴുതുക? I raised to 8 into I square. 1 into I squareന്റെ വാല്യൂ -1. 1 into -1 -1. അപ്പൊ പ്ലസ് I raised to 10 വാല്യൂ -1. I raised to 5 വാല്യൂ I raised to 4 into I. അപ്പൊ I raised to 4 1 into I ആയി. മൈനസ് I പ്ലസ് I raised to 6 വാല്യൂ I raised to 6 is I raised to 4 into I square. 1 into -1 അല്ലേ? 1 into I square -1. അപ്പൊ -1 -2i -1 -2. ഒന്നുകൂടെ ഫോമിൽ എഴുതുമ്പോ -2 ആദ്യം എഴുതാം. -2 -2i. മേക്ക് എ നോട്ട്. These are your homeworks. I plus I square plus I cube plus etc. plus I raised to 100. I raised to 300 plus I raised to 301 plus I raised to 302 plus I raised to 304. I raised to 19 plus I raised to 20. I raised to -21. I raised to 85. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അയച്ചു തന്ന ഐന്റെ റിസൾട്ടുകളൊക്കെ കറക്റ്റായി പഠിച്ചതിന് ശേഷം ഈ ഹോംവർക്ക്സ് ചെയ്തിട്ട് അയക്കും. ഓക്കെ.